Hello everyone and welcome back to my YouTube channel Tech with Arif. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് പബ്ജിയിലെ 15 ട്രിക്സ് ആൻഡ് ടിപ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത് പ്ലേ ഇൻ ലോ ഗ്രാഫിക്സ്. ലോ ഗ്രാഫിക്സ് വെച്ച് കളിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി മെച്ചമായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. കൺട്രോൾ നന്നായിട്ട് കിട്ടും. അതോടൊപ്പം തന്നെ ലാഗ് കാണത്തില്ല. അതോടൊപ്പം വലുതായിട്ട് നമ്മുടെ ബാറ്ററി ഡ്രെയിൻ ആവത്തുമില്ല. രണ്ടാമത്തെ കുക്ക് നൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ഗ്രനേഡ് ഓണാക്കി വെച്ചതിന് ശേഷം എനിമി നിൽക്കുന്നിടത്തോട്ട് എറിഞ്ഞു കൊടുക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എനിമി എങ്ങോട്ടാണോ ഇറങ്ങി വരുന്നത്. നമുക്ക് മാറി നിന്ന് നമ്മുടെ ടീമിനെ അറേഞ്ച് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. എനിമിയെ AKM M4060 ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. നമ്പർ 3 എന്ന് പറയുന്നത് സ്മോക്ക് വെച്ചുള്ളൊരു ട്രിക്കാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോൺ ഷ്രിങ്ക് ചെയ്ത് തീരാറായെങ്കിൽ നമുക്ക് സ്മോക്ക് ഇട്ട് ഹൈഡ് ചെയ്തതിന് ശേഷം എനിമീസിനെയൊക്കെ അറ്റാക്ക് ചെയ്യാം. അവർക്ക് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ കുറച്ചും കൂടി പാടായിരിക്കും ഈ സ്മോക്ക് ഇട്ട് കഴിഞ്ഞാൽ. നാലാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും വീട്ടിലെ എനിമീസിൻ്റെ റഷ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നേരെ ഗ്രൗണ്ട് ഫ്ലോറിൽ ചെല്ലണം. ഗ്രൗണ്ട് ഫ്ലോറിൽ ചെന്ന് നമ്മൾ ലൂട്ട് ചെയ്ത് നമ്മൾ ക്രൗച്ച് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ എനിമീസ് എല്ലാം നേരെ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും വരുന്നത്. അവിടെ വെച്ച് നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. അഞ്ചാമത്തെ എന്ന് പറയുന്നത് എപ്പോൾ നമ്മൾ കളിക്കുമ്പോഴും ഒരു ഇയർഫോൺ ഉപയോഗിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എനിമിയുടെ ഫുഡ് സ്റ്റെപ്പ് വെച്ച് നമുക്ക് സൗണ്ട് വെച്ച് നമുക്ക് എനിമി ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഷൂട്ടിംഗ് സൗണ്ട് വെച്ച് നമുക്ക് എനിമിയെ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും. ആറാമത്തെ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ലോങ് ഡിസ്റ്റൻസിലൊക്കെ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് റാൻഡമായിട്ട് ക്രൗച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഹെഡ് ഷോട്ടൊന്നും നമുക്ക് ഏൽക്കത്തില്ല. അതേപോലെയുള്ള ഷോട്ടുകളൊന്നും നമുക്ക് ഏൽക്കാതെ നമുക്ക് സേഫായിട്ട് പോകാൻ സാധിക്കും. ഏഴാമത്തെ എന്ന് പറയുന്നത് ഇപ്പം നമ്മളെ ഒരു കാറുണ്ടെങ്കിൽ നമുക്ക് എനിമിയിൽ നിന്ന് സേഫായിട്ട് എനിമിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് കാർ കവറായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് മറഞ്ഞ് നിന്ന് എനിമിയെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് സേഫായിട്ട് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും ഒരു കാർ നമ്മൾ കവറായിട്ട് ഉപയോഗിച്ചാൽ. എട്ടാമത്തെ എന്ന് പറയുന്ന ടിപ്പാണ് നമ്മളിപ്പോൾ ആർക്കേഡ് കളിച്ച് നമുക്ക് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്ത് മറ്റു മോഡുകളിലൊക്കെ നമുക്ക് പ്രോ ആവാൻ സാധിക്കും. അടുത്ത 9ാമത്തെ എന്ന് പറയുന്നത് ഒരു ടൈമർ ട്രിക്കാണ്. എന്ന് പറഞ്ഞാൽ സോണ് നമ്മളെ അടുത്ത് എത്താൻ കുറച്ചുകൂടി സമയം ഉണ്ടെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി അറ്റാക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് സോണിൽ നിന്ന് പുറത്തോട്ട് പോകാം. 10ാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ലൂട്ട് ചെയ്യുന്ന സമയത്ത് സ്മോക്ക് ഇട്ടതിന് ശേഷം ലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിമി നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് അതിൽ കവറായിട്ട് ഉപയോഗിച്ച് ഈസി ആയിട്ട് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കും. 11ാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് ക്രൗച്ച് ചെയ്ത് അതിനോടൊപ്പം തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഹെഡ് ഷോട്ടിൽ നിന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് എസ്കേപ്പ് ആവാൻ സാധിക്കും. ഹെഡ് ഷോട്ടൊന്നും നമുക്ക് ഏൽക്കത്തില്ല. 12ാമത്തേന്ന് പറഞ്ഞാൽ ഇപ്പം സോൺ എൻഡ് ചെയ്യുന്ന സമയത്ത് അടുത്തൊരു ഹൗസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ സേഫ് ആയിരിക്കും. കാരണം മിക്കവാറുള്ള സോൺ എൻഡിങ് ഒക്കെ ഹൗസിൻ്റെ അകത്തായിരിക്കും. അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എനിമീസിനെ കില്ല് ചെയ്ത് ചിക്കൻ ഡിന്നർ അടിക്കാനും സാധിക്കും. 13ാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ വെപ്പണൊന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ കവർ ടു കവറായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് വെപ്പണൊക്കെ നമുക്ക് ലൂട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. 14 ഇപ്പം നമ്മുടെ അടുത്ത് കവറായിട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സിക്സാക്കായിട്ട് നേരെ റൺ ചെയ്താൽ മതി. അപ്പോൾ എനിമീസിനൊന്നും നമ്മളെ ഹെഡ് ഷോട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അവരെ അറ്റാക്ക് ടാർഗറ്റൊക്കെ തെറ്റിപ്പോവും. 15 ഹൈ സെൻസിറ്റിവിറ്റിയിൽ നമ്മൾ സെറ്റിങ്സ് സെറ്റ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഗെയിം കൺട്രോൾ കിട്ടും. നല്ല രീതിയിൽ പ്ലേ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നോബിൽ നിന്ന് പ്രോയിലേക്ക് എത്താൻ സാധിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.